എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മള് 173 ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ഒരു ക്ലാസ് നമുക്ക് നഷ്ടമായി. മനോമയി 941 നാമം മനോമയി എന്ന നാമത്തിലാണ് നമ്മൾ നിർത്തിയത്. മനസ്സായിട്ട് വർത്തിക്കുന്നവളാണ് ദേവി, ശുദ്ധ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ദേവി എന്നൊക്കെ നമ്മൾ കണ്ടു. ആ ദേവിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അവിടുന്ന് നമുക്ക് 174 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വ്യോമകേശി വിമാനസ്ഥ വജ്രിണീ വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാധിശായിനി. വ്യോമകേശി വിമാനസ്ഥ വജ്രിണീ വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാധിശായിനി. 942 മുതൽ 947 വരെയുള്ള 6 നാമങ്ങളാണ് ഈ 174 ശ്ലോകത്തിലുള്ളത്. ഓരോ നാമങ്ങളും നമുക്ക് നോക്കാം. വ്യോമകേശി 942 വ്യോമകേശി. ഇപ്പോ വ്യോമകേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. വ്യോമസേന, വായുസേന എന്നൊക്കെ പറയുന്ന പോലെ വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. കേശം എന്ന് പറഞ്ഞാൽ തലമുടി എന്നാണ് അർത്ഥം. അപ്പൊ എന്തായിരിക്കും വ്യോമകേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ വ്യോമം തന്നെ, ആകാശം തന്നെ. ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മൾ കാണുന്ന ആകാശമായിട്ട് എടുത്താൽ മതി. സ്പേസ് എന്നാണ് പൊതുവെ നമ്മൾ ആകാശത്തിന് കൽപ്പിക്കുക. അപ്പോ ആ സ്പേസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യോമകേശി എന്നോ, അല്ലെങ്കിൽ ഈ ആകാശം മുഴുവൻ നീല നിറത്തിലുള്ള നീല ചികുര എന്നുള്ളൊരു നാമം ദേവിയുടെ നമ്മൾ കണ്ടതായിരുന്നു. നിസ്തുല നീല ചികുര എന്നുള്ളത്. അപ്പോ നീല ചികുരം ആയിട്ടുള്ള ദേവി, ആ ദേവി നീലാകാശം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ കേശമാണ്. അതുകൊണ്ട് നമുക്ക് വ്യോമകേശി എന്ന് പറഞ്ഞു. ഈ വ്യോമകേശൻ ആരാണ് ശരിക്കും? വ്യോമകേശൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. വ്യോമകേശി എന്ന് പറഞ്ഞാൽ ശിവന്റെ പത്നിയാണ്. അപ്പോ വ്യോമകേശിയായിരിക്കുന്ന ദേവി അല്ലെങ്കിൽ ശിവന്റെ പത്നിയായിരിക്കുന്ന ദേവി, ഏതായാലും വിരാട് സ്വരൂപിയായിരിക്കുന്ന ആ ദേവിയുടെ ആ കേശം തന്നെയാണ് ആകാശം എന്ന് നമ്മൾക്ക് സങ്കല്പിക്കാം. കാരണം സങ്കല്പത്തിനും അപ്പുറമാണ് ദേവി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ നീല ചികുര എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് കണ്ടിരുന്നത്. ആകാശം മുഴുവൻ നിറഞ്ഞ കനത്ത കേശഭാരത്താൽ ഇങ്ങനെ പരത്തിയിട്ടിരിക്കുന്ന ദേവി, അതാണ് വ്യോമകേശി. അല്ലെങ്കിൽ വ്യോമകേശൻ ശിവനാണ്. ശിവന്റെ ജടയാണ് ആകാശമായിട്ടുള്ള സങ്കല്പിക്കുന്നത്. ആ വ്യോമകേശന്റെ പത്നിയാണ് ദേവി. അപ്പോഴും ദേവിയെ വ്യോമകേശി എന്ന് പറയാം. അപ്പോ ഓം വ്യോമകേശി നമ എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. വിമാനസ്ഥ. വിമാനസ്ഥ, വിമാനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പൊതുവെ പുഷ്പക വിമാനം എന്ന് പറഞ്ഞ പോലെ ഉയർന്ന തലത്തില് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് വിമാനം. അപ്പോ വിമാനസ്ഥ എന്ന് പറഞ്ഞാൽ വിമാനത്തില് ആസനസ്ഥയായിട്ടുള്ളവൾ, ആസനസ്ഥിതയായിട്ടുള്ളവൾ. അങ്ങനത്തെ ആ ദേവിക്ക് വിമാനസ്ഥ എന്ന് പറയുന്നു. അപ്പോ ദേവി ശരിക്കും ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും ഈ ബ്രഹ്മാണ്ടത്തിന്റെ ആ ഉദാഹരണം കാണിച്ചുകൊണ്ട് അതിന്റെ മുകളില് വിമാനത്തിലിരുന്ന് അവരെ നിയന്ത്രിക്കുകയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് കാലാകാലങ്ങളിൽ അവരെ പ്രേരിപ്പിച്ച് നിയന്ത്രിക്കുന്ന ദേവിയാണ്. ആ ഉയർന്ന അവസ്ഥയിലിരിക്കുന്ന ത്രിമൂർത്തികൾക്കും ഉയർന്ന അവസ്ഥയിലിരിക്കുന്ന
വിമാനാവസ്ഥയിലിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ വിമാനസ്ഥ എന്ന് പറയുന്നു. ഇനി വിമാനം ഇപ്പൊ നമ്മള് കാഞ്ചീപുരം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കാണും. വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മള് ഈ സംസ്കൃതത്തിൽ പറയുന്നത് ഈ ഗോപുരം, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള 4 ഗോപുരവാതിലുകൾ ഉണ്ടാവും. ആ ഓരോ ഗോപുരവാതിലിനും വളരെ ഔന്നത്യമുള്ള ഗോപുരങ്ങൾ ഉണ്ടായിരിക്കും. ആ ഗോപുരങ്ങളെ വിമാനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില ശ്രീകോവിലുകള് പണിതിരിക്കുന്നത് വളരെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അതിനെയും എന്തു പറയുന്നു? വിമാനം എന്ന് പറയുന്നു. അപ്പോ ഗോപുരത്തിനെയാണ്, അത് ക്ഷേത്ര പ്രവേശന കവാടത്തിലുള്ള ഗോപുരമാണെങ്കിലും ശ്രീകോവിലിന്റെ ഗോപുരമാണെങ്കിലും ആ ഗോപുരങ്ങളെ എന്തു പറയുന്നു? വിമാനം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ പോകുമ്പോ നമുക്കറിയാം ഏറ്റവും വലിയ വിമാനമുള്ള ക്ഷേത്രം ശ്രീരംഗ ക്ഷേത്രമാണ്. രംഗനാഥ സ്വാമിയുടെ ശ്രീരംഗത്തുള്ള ക്ഷേത്രമാണ്. 236 അടി പൊക്കത്തിലാണ് അതിന്റെ വിമാനം. അതിനാണ് ഗിന്നസ് റെക്കോർഡ്. അതേ സമയത്ത് ഈ മുരുടേശ്വർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ടായിരിക്കും അതിനെ 1ാം സ്ഥാനത്ത് കൽപ്പിക്കാത്തത്. അതിന് 249 അടി പൊക്കമുള്ള വിമാനമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഏറ്റവും വലുതിപ്പോ രംഗനാഥ സ്വാമി ക്ഷേത്രമാണ്. അത് കഴിഞ്ഞാൽ അരുണാചല ക്ഷേത്രമാണ്. നമ്മുടെ അരുണാചലം നമുക്കറിയാം. അത് കഴിഞ്ഞാൽ ഏകാംബരേശ്വര ക്ഷേത്രമാണ് നമ്മൾ കാണാൻ പോകുന്ന, ആദ്യം നമ്മൾ കാഞ്ചീപുരത്ത് പോയി ദർശിക്കാൻ പോകുന്ന ഏകാംബരേശ്വര ക്ഷേത്രത്തിലത്തെ കവാടത്തിന്റെ 190 അടി പൊക്കമുള്ള വിമാനമാണ് അവിടെയുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വരദരാജ പെരുമാൾ സ്വാമി ക്ഷേത്രം 130 അടി പൊക്കമുള്ളതാണ്. ഇതൊക്കെ 3ാം സ്ഥാനവും 4ാം സ്ഥാനവും പൊക്കമുള്ളതാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് ചെന്നൈയിലെ കപാലീശ്വര ക്ഷേത്രം 120 അടി പൊക്കമുള്ള വിമാനം അവിടെയുണ്ട്. അപ്പൊ ഈ ഗോപുരങ്ങളൊക്കെ മിക്കവാറും ഈ ഗോപുരങ്ങളിലെ 3, 4, 5 സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ദർശിക്കാൻ പറ്റും. ഗംഭീരമാണ് അതിന്റെ. അത് ബൃഹദീശ്വര ക്ഷേത്രത്തിലെ 110 അടിയോളമാണ്, കഷ്ടി 100 അടിയുടെ അടുത്തേ ഉള്ളൂ. പക്ഷെ അത് ഗോപുരമാണ് അതിന്റെ. ഇതെല്ലാം ഗോപുരവാതിലാണ്. അവിടെ ശ്രീകോവിലിന്റെയാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിലുള്ളത്. ശ്രീകോവിലിന്റെ മുകളിൽ തന്നെയാണ് ഗോപുരമുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള വലിയ ഗോപുരങ്ങൾ, ഈ ഗോപുരത്തിലൊക്കെ ദേവി നമ്മളിപ്പോ കൊടിമരത്തിൽ ദേവിയുടെ പ്രതീകമാണ്, അമ്പലമാണ്, ക്ഷേത്രമാണ് എന്നൊക്കെ പറയും നമ്മൾ അവിടുത്തെ വിഗ്രഹത്തിന്റെ. അതുപോലെ ആ കൊടിമരത്തിനെ ദർശിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തിയെ ദർശിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ വിമാനങ്ങളൊക്കെ. അതിനകത്തൊക്കെ ആസനസ്ഥിതയായിരിക്കുന്ന ദേവി അല്ലെങ്കിൽ അവിടുത്തെ ആ ആരാധനാമൂർത്തി, അങ്ങനെ ആ ഉന്നതമായ വിമാനങ്ങളിൽ ഇരിക്കുന്ന ദേവി, അവിടെയും നമുക്ക് വിമാനസ്ഥ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ആകാശതുല്യമായ അവസ്ഥയിലിരിക്കുന്ന ദേവിയാണ്, എല്ലാത്തിനും മുകളിലിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ വിമാനസ്ഥ എന്ന് പറയുന്നു. ഇനി വേറെ അർത്ഥങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ വിശേഷേണ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മാനം എന്ന് പറഞ്ഞാൽ മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉയർന്ന അവസ്ഥ, ആദരവ്, കീർത്തി, ഇതിനൊക്കെ മാനം എന്ന് പറയുന്നു. സ്ഥ എന്ന സ്ഥിതി. ദേവി വളരെ ആദരവ് അർഹിക്കുന്നവളാണ്. ദേവി വളരെ കീർത്തി അർഹിക്കുന്നവളാണ്. അതുപോലെ തന്നെ ദേവി എന്താണ്? ഉയർന്ന അവസ്ഥയിലുള്ളവളാണ്. അതുകൊണ്ട് ദേവിയെ വിമാനസ്ഥ എന്ന് പറയുന്നു. 943 നാമം വിമാനസ്ഥ. ഇനി 944 നാമമാണ് വജ്രിണി. എളുപ്പമുള്ള നാമങ്ങളാണ്. വജ്രിണി എന്ന് പറഞ്ഞാൽ വജ്രായുധം ധരിച്ചവള്, അതാണ് വജ്രിണി എന്ന് പറയുന്നത്. അപ്പോ വജ്രായുധം എന്താണ്? ഇന്ദ്രന്റെ ആയുധമാണ് വജ്രായുധം. എവിടുന്നാണ് ഇന്ദ്രന് വജ്രായുധം കിട്ടിയത്? വൃത്രാസുരനെ വധിക്കാൻ, വളരെ ധർമ്മിഷ്ഠൻ കൂടിയായിരുന്നു വൃത്രാസുരൻ എന്നാ പറയുന്നത്. വൃത്രാസുരനെ ഒന്നുകൊണ്ടും വധിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രൻ ഒടുക്കം ദദീജി മഹർഷിയുടെ അസ്ഥികൾ കൊണ്ട് എന്താണ് ചെയ്യുന്നത്? വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആ കഥയൊക്കെ അറിയാം. പശുവിനെ കൊണ്ട് ദദീജിയുടെ ജീവനുള്ള ശരീരത്തിലെ മാംസം മുഴുവൻ നക്കിയെടുത്ത് ആ ദദീജിയുടെ ഏറ്റവും കാഠിന്യമുള്ള തുടയലുകൊണ്ട് പിന്നെ ആ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ത്? വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്താണ്? വജ്രായുധം. അപ്പോ ആ വജ്രായുധം ഇന്ദ്രൻ ധരിച്ചത് കൊണ്ട് ഇന്ദ്രനെ എന്ത് പറയുന്നു? വജ്രി എന്ന് പറയുന്നു. ഇപ്പൊ ശാർങ്ങാൻ ധരിച്ചുകൊണ്ട് വിഷ്ണുവിനെ ശാർങ്ങി എന്ന് പറയുന്നു. അതുപോലെ വജ്രം ധരിച്ചതുകൊണ്ട് ഇന്ദ്രനെ വജ്രി എന്ന് വിളിക്കുന്നു. അപ്പോ ആ വജ്രി ആയിട്ടുള്ള ഇന്ദ്രൻ എപ്പോഴാണ് ദേവിക്ക് വേണ്ടി വന്നത്? ഓർക്കുന്നില്ലേ? സപ്തമാതൃക്കളെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അല്ലെ? അപ്പോ ദേവി ശുംഭ നിശുംഭ വധ സമയത്ത് ദേവി ആരായിരുന്നു? ചണ്ഡികാദേവിയായിട്ട് നിൽക്കുന്ന സമയത്ത് ധാരാളം ആസുരിക ശക്തികള്
ഒരുങ്ങി നിന്നപ്പോൾ സകല ദേവന്മാരും വരികയാണ്. വന്നിട്ട് ആ ദേവന്മാരിലൊക്കെ ശക്തി ആരാണ്? ആദ്യത്തെ ശ്ലോകം നമ്മൾ എപ്പോഴും പറയണതാണ് ഇവിടുത്തെ സൗന്ദര്യലഹരിയിലെ. അപ്പോ അവിടെയൊക്കെ ശക്തിയായിരിക്കുന്നത് ദേവി തന്നെയാണ്. ആ ശക്തി വിഡ്രോ ചെയ്യാണ് ദേവി. അങ്ങനെ ആ ദേവന്മാരുടെ ശക്തികളൊക്കെ ഓരോ ദേവികളായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ബ്രഹ്മാവ് ബ്രാഹ്മി എന്ന രൂപത്തില്, വിഷ്ണുവിന്റെ ശക്തി വൈഷ്ണവി രൂപത്തില്, മഹേശ്വരന്റെ ശക്തി മാഹേശ്വരി രൂപത്തില്, സുബ്രഹ്മണ്യന്റെ ശക്തി കൗമാരി രൂപത്തില്, ഇന്ദ്രന്റെ ശക്തി ഐന്ദ്രി രൂപത്തിൽ വരുന്നു. അപ്പോ ഇവിടെ വജ്രിണി എന്ന് പറഞ്ഞാൽ ഐന്ദ്രി രൂപത്തില് ഐരാവതത്തിന്റെ പുറത്ത് വജ്രായുധം ധരിച്ചു വരുന്ന ദേവിയുടെ ശക്തി. ആ ദേവിയുടെ ശക്തി തന്നെയാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ ശക്തി മാറിയിട്ട് അങ്ങനെ ദേവിയുടെ ശക്തിയായിട്ട് ദേവിയായി വരികയാണ്. അത് കഴിഞ്ഞ വരാഹത്തിന്റെ ശക്തിയായിട്ട് വാരാഹിയും നരസിംഹത്തിന്റെ ശക്തിയായിട്ട് നാരസിംഹിയും, ഇങ്ങനെ സപ്തമാതൃക്കൾ കൂടിയിട്ട് അതിന്റെ കൂടെ ശിവദൂതി എന്ന ദേവിയുടെ ഒരു അവതാരവും ചാമുണ്ട അല്ലെങ്കിൽ കാളി എന്ന അവതാരവും, ഇങ്ങനെ 9 പേര് കൂടിയിട്ടാണ് ഈ ചണ്ഡികാദേവി ചണ്ഡമുണ്ടന്മാരെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശുംഭനിശുംഭന്മാരെ വധിക്കുന്നത്. അപ്പോ ശുംഭനിശുംഭ വധ സമയത്ത് ഇന്ദ്രൻ ഐന്ദ്രി എന്ന ശക്തിയായിട്ട് ദേവിയായി മാറി ഐന്ദ്രിയായിട്ട് വരികയാണ്. അതുകൊണ്ടും ആ രൂപത്തിനെയും വജ്രിണി എന്ന് പറയുന്നത് ഐന്ദ്രി രൂപധാരിയായിട്ടുള്ള ദേവിയുടെ ശക്തിയെയാണ് എന്ത് പറയുന്നത്? വജ്രിണി എന്ന് പറയുന്നത്. അപ്പോ ഈ നാമങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഈ സപ്തമാതൃക്കളൊക്കെ എപ്പോഴും ഓർക്കണം നമ്മള്, നവദുർഗകളും സപ്തമാതൃക്കളും ഒക്കെ. ഇനി ധാരാളം വജ്രാഭരണങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ വജ്രിണി എന്ന് പറയാം, അല്ലെ? അപ്പൊ ദേവി പല സമയത്തും സർവാഭരണ വിഭൂഷിതയായിട്ടാണ്, വജ്രാഭരണങ്ങൾ ധരിച്ചിട്ടാണ്. അപ്പോഴും ദേവി എന്ത് പറയാം? വജ്രിണി എന്ന് പറയാം. അപ്പൊ ശരിക്കും ഇവിടെ ആദ്യത്തെ അർത്ഥം എടുത്താൽ മതി. ആ വജ്രായുധം ധരിച്ചിട്ടുള്ള ഐന്ദ്രിയായിട്ട് വരുന്ന ദേവിയുടെ അവതാരമായിട്ടുള്ള ആ രൂപം, അതാണ് വജ്രിണി എന്ന് പറയുന്നത്. അതാണ് 944 നാമം വജ്രിണി. ഇനി 945 നാമം വാമകേശ്വരി. വാമകേശ്വരി ഇതും നമ്മള് പലപ്പോഴും പറഞ്ഞിട്ടുള്ള നാമത്തോട് അടുത്ത താദാത്മ്യമുള്ള നാമമാണ്. വാമകന്മാർക്ക് ഈശ്വരിയായവർ. ഇപ്പോ വാമകന്മാരാരാണ്? വാമമാർഗം എന്ന ആരാധനാ പദ്ധതി കൊണ്ടു നടത്തുന്നവരാണ്. ആരാണോ വാമമാർഗം എന്നുള്ള, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് കൗളമാർഗം കണ്ടിട്ടുണ്ട്, നമ്മള് സമയമാർഗം കണ്ടിട്ടുണ്ട് നമ്മള്. അതുപോലെ വാമമാർഗം എന്നുള്ളത് വാമാചാര പദ്ധതി പ്രകാരമുള്ള മാർഗത്തില് ആരാധന നടത്തുന്നതാണ്. ദേവിയെ ആരാധിക്കുന്ന ആ മാർഗത്തിനെയാണ് വാമമാർഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഫോളോവേഴ്സിനെ എന്ത് പറയുന്നു? വാമകന്മാർ എന്ന് പറയുന്നു. വാമകന്മാർക്ക് ഈശ്വരിയായിട്ടുള്ളവളാണ് വാമകേശ്വരി എന്ന് പറയുന്നത്. അപ്പോ ഒരു തന്ത്രമാർഗമാണ് വാമതന്ത്രം. അപ്പോ വാമകന്മാർ എന്ന് പറഞ്ഞാൽ അവർ വൈദിക വിധി ചെയ്യില്ല. വൈദിക വിധി എന്ന് പറഞ്ഞാൽ വേദം നിർദ്ദേശിച്ചിട്ടുള്ള വിധി പ്രകാരമുള്ള കർമ്മങ്ങളല്ല അവർ ചെയ്യുന്നത്. പഞ്ചയജ്ഞങ്ങൾ എന്ന് പറഞ്ഞു, അടുത്ത നാമത്തിൽ വരും. പഞ്ചയജ്ഞങ്ങൾ നമ്മൾ കണ്ടതാണ്, എങ്കിലും അടുത്ത നാമത്തിൽ വിശദീകരിക്കും. പഞ്ചയജ്ഞങ്ങള് ചെയ്യാത്ത ആളുകളാണ് വൈദികന്മാര്. അപ്പോ പഞ്ചയജ്ഞന്മാർ ചെയ്യാത്തവരാണെങ്കിലും വൈദിക മാർഗത്തിൽ ചെയ്യുന്നവരാണെങ്കിലും ദേവിക്ക് തുല്യരാണ്. വാമമാർഗത്തില് തന്ത്രവിധികളാൽ ദേവിയെ ആരാധിക്കുന്ന ആളുകള് വൈദിക മാർഗം ഒട്ടും ഉപയോഗിക്കാതെ തന്ത്രമാർഗത്തില് ദേവി ആരാധിക്കുന്ന വാമകന്മാർ, ആ വാമകന്മാർക്കും ഈശ്വരിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ എന്ത് പറയുന്നു? വാമകേശ്വരി എന്ന് പറയുന്നു. അപ്പൊ നമ്മള് മറ്റൊരു നാമം കണ്ടു, അദക്ഷിണാരാധ്യ. അദക്ഷിണാരാധ്യ. ദക്ഷിണം എന്ന് പറഞ്ഞാലും അദക്ഷിണം എന്ന് പറഞ്ഞാലും, ദക്ഷിണന്മാര് എന്ന് പറഞ്ഞാൽ വേദവിധി പ്രകാരം ദേവിയെ പൂജിക്കുന്നവര്, അദക്ഷിണന്മാര് എന്ന് പറഞ്ഞാൽ താന്ത്രിക വിധി പ്രകാരം ദേവിയെ പൂജിക്കുന്നത്. അപ്പൊ ഇവിടെ വാമകന്മാർ എന്ന് പറഞ്ഞാൽ അദക്ഷിണ വിധിക്കാരാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, എന്നാലും റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഓർമ്മിക്കാൻ പറ്റും. ഇപ്പൊ വാമകേശ്വരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈദിക തന്ത്രം ഉപയോഗിക്കാതെ ദേവി ആരാധിക്കുന്നതാണ്. വാമകേശ്വര തന്ത്രം എന്നുള്ള തന്ത്രമാർഗത്തിൽ ആ പ്രകാരത്തിൽ ദേവി ആരാധിക്കുന്ന വാമകന്മാർക്കും ഈശ്വരിയായവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം വാമകേശ്വരി. ഓം വാമകേശ്വരി നമ എന്ന് പറയാം. ഇനി ദേവി ഈ ജഗത്തിനെ വമിക്കുന്നവളാണ്. വമിക്കുക എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്നും സൃഷ്ടിക്കുന്നവളാണ്. ഈ ജഗത്തെ ദേവി തന്നെയാണ്, ദേവിയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതാണ് ഈ ജഗത്ത്, ഈ ബ്രഹ്മാണ്ടം. അപ്പൊ ദേവി ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നവളും
ആ വാമകയായിട്ടുള്ള, ജഗത്തിനെ സൃഷ്ടിക്കുന്ന വാമകയായിട്ടുള്ള ഈശ്വരിയാണ്, ആ ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ വാമകേശ്വരി എന്ന് പറയുന്നു. അപ്പൊ ശരിക്ക് ജഗത്തിന്റെ ഉത്ഭവകാരിണി, ജഗതോത്ഭവകാരിണി എന്ന് ദേവിയെ പറയാം. അതുകൊണ്ടും ദേവി വാമകേശ്വരി എന്ന്. ഇനി 946 നാമം പഞ്ചയജ്ഞപ്രിയ. പഞ്ചയജ്ഞ, ഇപ്പൊ വാമകേശ്വരി എന്ന് കണ്ടു. അപ്പൊ വാമകേശ്വരന്മാരാരാണ്, അല്ലെങ്കിൽ വാമകന്മാരാരാണ്? പഞ്ചയജ്ഞങ്ങൾ ചെയ്യാത്തവര്. ഇനി അടുത്ത നാമം ഏതാണ്? പഞ്ചയജ്ഞപ്രിയ. എത്ര അടുക്കോട് കൂടിയാ പോകുന്നത്. വാമകേശ്വരന്മാർക്കും ദേവി എല്ലാ അവരാരാധിച്ച ദേവി പ്രസാദിക്കും. അതുപോലെ തന്നെ പഞ്ചയജ്ഞപ്രിയയുമാണ് ദേവി. പഞ്ചയജ്ഞ അതീവ പ്രീതിയുള്ളവളാണ് ദേവി. പഞ്ചയജ്ഞങ്ങൾ ഏതൊക്കെയാണ്? ശരിക്കും നമ്മൾ ഇത് കണ്ടതാണ്. പല യജ്ഞങ്ങളെയും പഞ്ചയജ്ഞമെന്ന് ശ്രുതികളും സ്മൃതികളും അതുപോലെ തന്നെ പുരാണങ്ങളും ഒക്കെ ധാരാളം പഞ്ചയജ്ഞങ്ങളെ കുറിച്ച്, വ്യത്യസ്ത പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ രണ്ട് പ്രധാനപ്പെട്ട പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് നമുക്കിവിടെ പറയാം. പഞ്ചയജ്ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ശരിക്കും ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം. മനുഷ്യയജ്ഞത്തിന് അതിഥിയജ്ഞം എന്നും പറയാം, നൃപയജ്ഞം എന്നൊക്കെ പറയാം. അപ്പോ ആദ്യത്തത് ദേവയജ്ഞമാണ്. എന്താണ് ഈ ദേവയജ്ഞം? ഇതൊക്കെ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ചെയ്യേണ്ടത്. ധർമ്മമില്ലെങ്കിൽ അധർമ്മികളായി മാറും, രാക്ഷസവർഗമായി മാറും നമ്മൾ. അപ്പോ നാശത്തിലേക്ക് പോകും. അപ്പോ ധർമ്മം, അതാണ് വേദങ്ങളിലെ ധർമ്മമാണ് ഉപദേശിക്കുന്നത്. അപ്പോ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ള യജ്ഞമാണ്. എന്താണ് ദേവന്മാര്? പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മഴ, കാറ്റ് അല്ലെങ്കിൽ വായു, അഗ്നി, അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട ജലം, അല്ലെ, അതുപോലെ ഈ പൃഥ്വിയിലെ സസ്യജാലങ്ങളൊക്കെ ധാരാളം വളരാൻ വേണ്ട മണ്ണ്. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ തരുന്ന ഓരോ ദേവതകളുണ്ട്, അതിനൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പൂജിച്ച് തൃപ്തിപ്പെടുത്തണം. അവർക്ക് കാലാകാലങ്ങളില് ഹവിസ് കൊടുക്കണം, അവരെ മന്ത്രം ജപിക്കണം, ധ്യാനം ചെയ്യണം അവരെ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ എല്ലാ പ്രകൃതിയിൽ നിന്നുള്ള നമുക്ക് കിട്ടാനുള്ള എല്ലാ വസ്തുക്കളും ശുദ്ധമായിട്ടും അതുപോലെ തന്നെ അതിന്റെ എത്രയാണോ മാത്ര ആവശ്യമുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്, അത്രയും മാത്രയിൽ നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിവൃഷ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ അകാലം ഉണ്ടാവും. ഒന്നുകിൽ വരൾച്ച, അല്ലെങ്കിൽ അതിവൃഷ്ടി. അതുപോലെ മലകളൊക്കെ ഇടിഞ്ഞു പോരും, അതുപോലെ തന്നെ പുഴകളൊക്കെ അതിര് കവിഞ്ഞൊഴുകും, അല്ലെങ്കിൽ വറ്റി വരലും. അഗ്നി വേണ്ടിടത്ത് നിൽക്കാതെ എല്ലായിടത്തും കാട്ടുതീയായിട്ട് പാറി പറക്കും, കൊടുങ്കാറ്റായി മാറും വായു. അപ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. സസ്യജാലങ്ങളൊന്നും കാലാകാലങ്ങളിൽ നമുക്ക് ധാന്യങ്ങളോ ഫലങ്ങളോ ഒന്നും തരില്ല. ഇപ്പോ ജന്തുമൃഗാദികള് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാണ്ടിരിക്കാനാണ് ദേവയജ്ഞം കാലാകാലങ്ങളിൽ ചെയ്യണം. ഇതിനൊക്കെ ഒരു അധിഷ്ഠാന ദേവതകളെ ദേവി തന്നെ കൽപ്പിച്ച്, വേദസ്വരൂപിണിയാണ് ദേവി, വേദത്തിലൂടെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ദേവി പ്രീതയാകും. ഈ ദേവന്മാരിൽ കൂടെ എല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് പഞ്ചയജ്ഞങ്ങളിൽ ആദ്യത്തെ യജ്ഞമാണ് ദേവയജ്ഞം. ഇനി രണ്ടാമത്തെ യജ്ഞമാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞത്തിന് ഋഷിയജ്ഞം എന്നും പറയും, രണ്ടും പറയും അതിന്. അപ്പോ എന്താണ് ബ്രഹ്മയജ്ഞം? നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഋഷിമുനികള്, അവര് നമുക്ക് വേദങ്ങൾ തന്നിട്ടുണ്ട്, വേദാംഗങ്ങൾ തന്നിട്ടുണ്ട്, ഉപനിഷത്തുകള്, പുരാണങ്ങള്, 18 പുരാണങ്ങള്. ഇതൊക്കെ തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ ധർമ്മ മാർഗത്തിലേക്ക് ശാസ്ത്രങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് അത് പഠിപ്പിക്കണം. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിപ്പിക്കുന്നവരെ നമ്മൾ എപ്പോഴും ഗുരുക്കന്മാരായി സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ആ ശാസ്ത്ര പഠനം അങ്ങനെ കാലാകാലങ്ങളില് നിലനിർത്തി കൊണ്ടുപോകണം. അത് മറ്റുള്ള തലമുറയിലേക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ആ സൃഷ്ടി മുഴുവൻ നടത്തുന്ന ആ ചൈതന്യം തന്നെയാണ് ബ്രഹ്മം. അപ്പോ ആ ബ്രഹ്മ ചൈതന്യം നിലനിർത്തണമെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തില് എന്ത് വേണം? ഈ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഭഗവത്ഗീതയും ഒക്കെ കാലാകാലങ്ങളില് ആളുകൾ പഠിക്കണം. പഠിച്ചത് മറ്റുള്ള തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ പറ്റില്ല. അത് പകർന്നു കൊടുക്കുന്ന ഋഷിമാരെയും മുനിമാരെയും ഗുരുക്കന്മാരെയും ഒക്കെ നന്നായിട്ട്
അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ടതെല്ലാം നീ നന്മ ചെയ്യാൻ, ഓരോ തലമുറകളിലും നന്മ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം. അതാണ് എന്തു പറയുന്നത്, ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ വളരെ എസെൻഷ്യൽ ആണത്. സനാതന ധർമ്മത്തിന്റെ അത് ച്യുതി വരാതെ, ധർമ്മച്യുതി വരാതെ തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം നടക്കണം. അതാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഭൂതയജ്ഞം. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതപ്രേതമല്ല, പഞ്ചഭൂതങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങള്, പ്രകൃതിയെ സേവിക്കണം നമ്മൾ. നല്ല മണ്ണുണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ നല്ല ശുദ്ധജലം ഉണ്ടാവാൻ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക, മലകളൊന്നും നശിപ്പിക്കാതിരിക്കുക, മലകളെ ആരാധിക്കുക, പുഴകളെ ആരാധിക്കുക, അതിനെ അശുദ്ധിയാക്കാതിരിക്കുക, സമുദ്രത്തിനെ ആരാധിക്കുക, അതിനെ അശുദ്ധമാക്കാതിരിക്കാൻ വെക്കുക, ഭൂമിയെ ആരാധിക്കുക, മണ്ണിനെ ആരാധിക്കുക. ഇങ്ങനെ എന്തിനെ കണ്ടാലും ഇവിടെയുള്ള സസ്യങ്ങളെ ആരാധിക്കുക, അതുപോലെ തന്നെ ജന്തുക്കളെ ആരാധിക്കുക. ഇതൊക്കെ ചെയ്ത് അതിനെയൊക്കെ സംരക്ഷിച്ച് പോഷണം. കാരണം ഇതിനൊക്കെ നശിപ്പിക്കാൻ ഒരൊറ്റ ആൾക്കേ കഴിയുള്ളൂ. വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു, താന്തോന്നിയായ മനുഷ്യന് മാത്രമേ ഈ പഞ്ചഭൂതങ്ങളെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവരെയും തന്നെയും നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ അത് നശിക്കാതിരിക്കണമെങ്കിൽ ഈ ധർമ്മം പഠിക്കണം. ധർമ്മം വേദങ്ങളിലാണ്. ബ്രഹ്മയജ്ഞം വേണം. ബ്രഹ്മയജ്ഞം കഴിഞ്ഞതിന് ശേഷം ഭൂതയജ്ഞം ചെയ്ത് ഇതിനെല്ലാം നമ്മളുടേതായ ശ്രമദാനങ്ങൾ ചെയ്ത് നമ്മൾ ഇതിനെ നിലനിർത്തണം. ഒരാൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി മറ്റൊരാൾ ചെയ്യാതിരിക്കരുത്. മാതൃകയായി മാറണം പ്രകൃതി സംരക്ഷണത്തിന്. അങ്ങനെ പ്രകൃതിയെ സേവിക്കുക, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക. പഞ്ചഭൂതങ്ങൾക്ക് സന്തുലിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ശരീരവും സന്തുലിതമായിരിക്കും. അപ്പോ പുറത്തുള്ള പഞ്ചഭൂതങ്ങള് പൃഥ്വി, തേജോ, വായു, ആകാശം സന്തുലിതമായി കഴിഞ്ഞാൽ അതുകൊണ്ട് നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ശരീരവും നിലനിൽക്കുന്നതും അതുകൊണ്ടാണ്. അതും സന്തുലിതമായിരിക്കും. അപ്പൊ ഒരിക്കലും നമ്മൾക്ക് എന്ത് സംഭവിക്കില്ല? അനാരോഗ്യം ഉണ്ടാവില്ല, അകാലങ്ങൾ ഉണ്ടാവില്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ സേവിക്കണം. അതാണ് പഞ്ചഭൂതയജ്ഞം അല്ലെങ്കിൽ ഭൂതയജ്ഞം. ഇപ്പൊ ദേവയജ്ഞം പറഞ്ഞു നമ്മള്, ബ്രഹ്മയജ്ഞം പറഞ്ഞു നമ്മള്, ഭൂതയജ്ഞം പറഞ്ഞു നമ്മള്. ഇനി ഒരെണ്ണമാണ് പിതൃയജ്ഞം. പിതൃയജ്ഞം എന്തിനാണ് ചെയ്യുന്നത്? പിതൃക്കള് വളരെ ഇപ്പോഴൊക്കെ വളരെ കർക്കിടകം സംക്രാന്തി വരെയാണ്, വളരെ കൂടുതലുള്ള ടോപ്പിക്കാണ്. പിതൃക്കളൊക്കെ പുതിയ ആളുകളായിട്ട് ജനിക്കുന്നല്ലേ നിങ്ങൾ പറയുന്നത്? കർമ്മത്തിനനുസരിച്ച് ഒന്നെങ്കിൽ പുഴുവാവും, അല്ലാന്നുണ്ടെങ്കിൽ ദേവനായി മാറും. പിന്നെ എന്തിനാ അവർക്ക് വല്ലതും ചെയ്യണം? അവരെ എന്തിനാ വിളിച്ചു വരുത്തുന്നത്? ഇങ്ങനെയുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ. അതിനൊക്കെ ഒരുപാട് ആൻസറുകളുണ്ട്. ഇപ്പൊ നമ്മളുടെ ശരീരത്തിലെ DNA പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 13 ജന്മങ്ങൾ മുന്നിൽ ജീവിച്ചിരുന്ന ആളുകളുടെ, നമ്മളുടെ പിതാക്കളുടെ വെച്ചാൽ അച്ഛന്റെ 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 DNA അംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടും. അപ്പോ ഈ ശരീരം തന്നെ പിതൃക്കളുടെ ദാനമാണ് നമുക്ക്, പിതാവിന്റെയും മാതാവിന്റെയും. അപ്പോ പിതൃക്കളെ നമ്മൾ സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇരിക്കുന്ന ആ തേജസ് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ നമ്മുടെ ലീനിയേജ് എന്ന് പറയും, ആ പരമ്പരയെ നമ്മൾ സ്മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ടി ആ പരമ്പരയെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ പരമ്പര നമ്മൾക്ക് വീണ്ടും ഊർജം തരും. അവർ വേറെ ജനിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, പിതൃലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. അപ്പൊ ആ പിതൃക്കള് നമ്മൾക്ക് ഈ പൂർവികരെ സേവിച്ചില്ലെങ്കില്, അപ്പൊ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ പൂർവികന്മാരാണെങ്കിലും, അല്ലെ പൂർവികരെ എന്ന് പറയില്ലേ അവരെ, നമ്മുടെ പരമ്പരയിൽ ജീവിച്ചിരിക്കുന്ന വയസ്സായ ആളുകളാണെങ്കിലും, അതുപോലെ തന്നെ മരിച്ചു പോയിരിക്കുന്ന നമ്മളെ പിതൃക്കളാണെങ്കിലും അവരെ സേവിക്കണം. അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കണം. അത് ചെയ്തു കഴിഞ്ഞാലാണ് എന്തിന് തർപ്പണം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവര് പ്രീതരായി കഴിഞ്ഞാൽ നമുക്ക് സന്താന ഭാഗ്യം ഉണ്ടാവും, സൗഭാഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബത്തില് നാശങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മുടെ പുരാണങ്ങള്. ഓരോ പുരാണങ്ങളിലും വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു പുരാണം മാത്രം എടുത്തിട്ട് അതിനെക്കുറിച്ച് ഗരുഡ പുരാണം മാത്രം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓരോ പുരാണങ്ങളിലും ഇതിനെയൊക്കെ പല രീതിയിൽ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് നമ്മൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് നന്മ വരുന്നത് എന്നുള്ളത്. അപ്പോൾ പിതൃയജ്ഞം ചെയ്യണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും പിതൃയജ്ഞം ചെയ്യുക, അല്ലെങ്കിൽ കർക്കിടകവാവിന് പോയി ബലിയിടുക. ഇതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന ആ പിതൃക്കളുടെ ഊർജത്തെ വീണ്ടും അതിനെ ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് അത് ഉതകും. അതാണ് സന്താന പരമ്പരകളായിട്ട് നമ്മൾക്ക് ഈ കാലാകാലങ്ങളില് ഈ നമ്മളുടെ പരമ്പരയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് പിതൃയജ്ഞം ചെയ്യണം.
അപ്പൊ ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം. ഇനി മനുഷ്യയജ്ഞം. മനുഷ്യയജ്ഞം എന്നതിന് അതിഥി യജ്ഞം എന്നും പറയും, അല്ലെങ്കിൽ എന്ത് പറയും, അതിന് നൃപയജ്ഞം എന്നും പറയും. അപ്പോ മനുഷ്യന് എല്ലാ ജാതി മത ഭേദ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും സഹായം ആവശ്യമുള്ള ഒരാളെ സഹായിക്കണം. അതുപോലെ തന്നെ സാമൂഹിക ജീവിയായിട്ട് മനുഷ്യൻ തമ്മിൽ തമ്മിൽ സഹകരിക്കണം. അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? തിഥി നോക്കാതെ വരുന്ന ആളെയാണ് അതിഥി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാണ്ട് എന്റെ വാതിൽ മുട്ടരുത് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളും എനിക്കുണ്ട്. പറയാതെ ഫോൺ വിളിക്കൂ എന്നിട്ട് വാതിൽ മുട്ടും. അസൗകര്യമാണ്, അല്ല എന്ന് പറയില്ല. പറ്റുമെങ്കിൽ വാതിൽ മുട്ടുന്നതിന് മുന്നേ ഫോൺ ചെയ്ത് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ അതല്ല നമ്മുടെ പരമ്പരയിലെ അതിഥി എന്ന് പറയുന്നത്. പണ്ട് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്ക് എന്ത് ആവശ്യമുള്ളോ അവർ ചെന്ന് വാതിൽ മുട്ടും. അതാണ് തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. ആ അതിഥിക്ക് സർവവും അതിഥി ദേവോ ഭവ എന്നാണ് സനാതന ധർമ്മത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെ. അപ്പോ ആ അതിഥിയെ ദേവനായിട്ട് എന്താണുള്ളെങ്കിൽ ജാതി നോക്കരുത് അവിടെ. അതുപോലെ തന്നെ ഉന്നത കുലജാതനാണോ, അതുപോലെ തന്നെ പണക്കാരനാണോ, പാവപ്പെട്ടവനാണോ, ഒന്നും നോക്കാതെ കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ടും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യണം. അതുപോലെ എല്ലാ ജീവികളിലും കരുണ വേണം. ഇതൊക്കെ വേണ്ടിടത്ത് വേണം. വേണ്ടാത്തിടത്ത് കാണിച്ചിട്ട് കാര്യമില്ല. വേണ്ടാത്തിടത്ത് കാണിക്കേണ്ടിടത്ത് നമ്മള് വാളെടുക്കേണ്ടിടത്ത് വാളെടുക്കണം. രാവണന്റെ അടുത്ത് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ കൂടി രൗദ്രഭാവം കൊണ്ടു. അതുപോലെ തന്നെ വരുണൻ വഴി തരാഞ്ഞപ്പോ എന്തേ ചെയ്തത്? രൗദ്രഭാവം കൊണ്ടു. എന്നിട്ട് അസ്ത്രം അയച്ചു. അപ്പൊ വേണ്ടിടത്ത് നിറം കാണിച്ചു കൊടുക്കണം. പക്ഷെ സഹജീവികളില് കരുണ കാണിക്കണം. എല്ലാം എന്റേത് എന്ന് കരുതി പിടിച്ചിരിക്കരുത്. ഒരു സാധനവും എപ്പോഴും കൊടുക്കാനുള്ള മനസ്ഥിതി കാണിക്കണം. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് ഒരു കാര്യങ്ങളും ആർക്കും ഒരു വിലയുണ്ടാവില്ല. അത് നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമ്പോ ആ പൈസയൊക്കെ നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മക്കൾക്ക് കൊടുത്താൽ തന്നെ അവർക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ഉടനടി എന്തെങ്കിലും വാങ്ങിക്കും, കുറച്ച് സ്വർണം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോവുക. അവരതിനെ കാരണം അവരുടെ വേർപ്പല്ല അത്. അപ്പോ എന്ത് നിങ്ങൾ വെച്ചു അതിന്റെ വാല്യൂ നിങ്ങൾ തന്നെ അതിന് അർഹരായവർക്ക് കൊടുക്കണം. അതിന്റെ അർത്ഥം പൈസ ഉണ്ടാക്കി വെക്കരുത് എന്നല്ല, എല്ലാം ചെയ്യണം. പക്ഷേ എല്ലാം എന്റെ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അപ്പൊ അതാണ് മനുഷ്യയജ്ഞം. ഈ യജ്ഞങ്ങളൊക്കെ നമ്മൾ കഴിവതും ചെയ്യാൻ ശ്രമിക്കണം. അതാണ് നമ്മളുടെ ഈ നിലനിൽപ്പിന് ഏറ്റവും നല്ല നിലനിൽപ്പിന് കാരണമായിട്ടുള്ളത് പഞ്ചയജ്ഞപ്രിയ. ഇനി ഇതല്ലാതെ ഒരു യജ്ഞത്തെ കുറിച്ച് കൂടി പറയാം. ഇപ്പോ ശരിക്കും മറ്റൊരു യജ്ഞമാണ് ഇത്, സ്മൃതികളിൽ പറയുന്നതാണ്. അഗ്നിഹോത്രം, അതുപോലെ തന്നെ ദർശപൂർണമാസം, ചാതുർമാസം, പശുബന്ധം, സോമയാഗം. ഇതൊക്കെ വളരെ സ്മൃതികൾ പറയുന്ന യജ്ഞങ്ങളാണ്, പഞ്ചയജ്ഞങ്ങളാണ്. അപ്പോ അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ നിത്യവും അഗ്നിക്ക് ഹവിസ് കൊണ്ട് ആഹുതി കൊടുക്കുക. അതാണ് അഗ്നിഹോത്രം. അപ്പൊ രാവിലെയും വൈകുന്നേരത്തും എന്നും ബ്രാഹ്മണന്മാര് അഗ്നിഹോത്രം ചെയ്യും എന്നാണ് സങ്കല്പം. അപ്പോ അതിനാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത്. അപ്പൊ ഹവിസ് കൊടുക്കുക. അപ്പൊ അത് തന്നെയാണ് ദേവയജ്ഞം. ഇനി ദർശപൂർണ യജ്ഞം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമാസം എന്ന് പറയുന്നത്, ദർശം എന്ന് പറഞ്ഞ അമാവാസി, അതുപോലെ പൂർണ്ണം എന്ന് പറഞ്ഞ പൗർണമി. പൗർണമിക്കും അമാവാസിക്കും ചെയ്യുന്ന യാഗങ്ങളാണ്, സ്പെഷ്യൽ പൂജകള്, യാഗങ്ങള്. നമുക്കറിയാം അമാവാസിക്കും പൗർണമിക്കും ഒക്കെ ധാരാളം യാഗങ്ങളും പൂജകളും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിനെ ദർശപൂർണ മാസം അല്ലെങ്കിൽ യജ്ഞം എന്ന് പറയും. ഇനി ചാതുർമാസമാണ് ഇപ്പൊ നടക്കുന്നത്, അല്ലെങ്കിൽ പല സ്ഥലത്തും. ഇനിയിപ്പോ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും 17-ാം തീയതി മുതൽ തുടങ്ങും. ഈ കറുത്ത വാവ് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മുതൽ ശ്രാവണ മാസം തുടങ്ങും. ഇപ്പോ ശ്രാവണം തുടങ്ങുമ്പോ ചാതുർമാസമാണ്. പിന്നെ 4 മാസത്തോളം ദേവശൈനി അഗ്യാരസ് ആണ് കഴിഞ്ഞതപ്പോ. ഇനി ദേവ ഉടി അഗ്യാരസ്, 4 മാസം കഴിഞ്ഞാണ് ദേവന്മാര് ഉണരുള്ളൂ എന്നുള്ളതാണ്. ദീപാവലി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഏകാദശി, ആ ഏകാദശിക്കാണ് ദേവന്മാര് ഉണരുള്ളൂ. ആ ഉണരുന്ന ഏകാദശി വരെ മനുഷ്യൻ തന്നെ ദേവനായിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ നമ്മുടെ ശബരിമലയിലൊക്കെ പോകുന്നത് ആ സമയത്തെ പോലെ 4 മാസം ശ്രീരാമചന്ദ്ര ഭഗവാനും ചാതുർമാസം ഇരിക്കുന്നുണ്ട് ഗുഹയില്. അപ്പൊ ഈ 4 മാസം എന്ത് ചെയ്യും? ദേവന്മാര് ഉറങ്ങി എന്ന് സങ്കല്പിച്ച് ദേവന്റെ ചുമതല എല്ലാ നല്ല കാര്യങ്ങളും, യാഗങ്ങളും, പ്രാർത്ഥനകളും, ദാനങ്ങളും, ധർമ്മങ്ങളും, പാഠങ്ങളും, അതുപോലെ തന്നെ കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് 4 മാസം
കഴിച്ചുകൂട്ടുകയാണ്. അതിനകത്ത് ശ്രാവണ മാസം എന്നുള്ളത് തീർച്ചയായിട്ടും കഴിച്ചുകൂട്ടും ഇവിടെയുള്ളവരൊക്കെ. അപ്പോ അതിനെയാണ് ചാതുർമാസ്യം എന്ന് പറയുന്നത്. പിന്നെ പശുബന്ധം. പശുബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് വേദവിധി പ്രകാരമുള്ള പശുബലി എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യേണ്ട. അതും ഒരു വേദബലി തന്നെയാണത്. അത് കഴിഞ്ഞാൽ സോമയാഗം. യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, ഏറ്റവും വലിയ യാഗമാണ്, ആ മഹത്തരമായിട്ടുള്ള യാഗമാണ് സോമയാഗം. ഇതിനൊക്കെയും പഞ്ചയജ്ഞങ്ങളെ എന്ന് പറയും. പക്ഷേ പഞ്ചയജ്ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ടുള്ള ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട അധ്യയനം, തർപ്പണം, ഹോമം, ബലി, അതിഥി പൂജ, ഇതിനൊക്കെയും പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഈ പഞ്ചയജ്ഞങ്ങൾ ചെയ്യുന്ന വേദവിധി പ്രകാരം പഞ്ചയജ്ഞങ്ങൾ ചെയ്യുന്ന ആളുകളെയും അതിപ്രീതിയാണ് ദേവിക്ക്. അതുകൊണ്ട് ദേവി പഞ്ചയജ്ഞപ്രിയ എന്ന് പറയുന്നു. ദേവിയുടെ വാമകേശ്വരന്മാരെയും പ്രീതിയുള്ള ആളാണ് ദേവി. വേദവിധി പ്രകാരം പഞ്ചയജ്ഞങ്ങൾ ചെയ്യുന്നവരും പ്രീതിയാണ്. ഇനി 947 നാമം പഞ്ചപ്രേത മഞ്ചാതിശായിനി. ഈ നാമവും നമ്മൾ ധാരാളം കേട്ട് പരിചയപ്പെട്ടതാണ്. ധാരാളം. പഞ്ചപ്രേത മഞ്ചാതിശായിനി. എന്താ പഞ്ചപ്രേതം? എവിടെയാണ് നമ്മളിത് കേട്ടിരിക്കുന്നത്? പഞ്ചബ്രഹ്മാസന സ്ഥിത സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത. ഓർമ്മല്ലേ? സുമേരുമധ്യ ശൃംഗസ്ഥ. ദേവി സുമേരുമധ്യത്തില് ആണ് ദേവിയുടെ ശൃംഗം ഉള്ളത്. ഇവിടെ എന്താണ്? ശ്രീമൻ നഗരനായിക. അവിടെ ദേവിയുടെ നഗരത്തിന്റെ പേരെന്തായിരുന്നു? ശ്രീമൻ നഗരമായിരുന്നു. ദേവിയുടെ ശ്രീനഗരമായിരുന്നു. അവിടെ ദേവിയുടെ ഗൃഹം എന്താണെന്ന് അഡ്രസ്സൊക്കെ നമ്മൾ കണ്ടുപോകുന്നതാണ്. ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി എന്നുള്ള ഗൃഹത്തിലാണ് ദേവി ഉള്ളത്. എവിടെയാണ് ദേവി ഇരിക്കുന്നത്? ഗൃഹത്തിൽ പോയാലും നമുക്ക് കണ്ടാടില്ല. കുറെ പേരുള്ള വീടാണെന്ന് വെച്ചാൽ എങ്ങനെ ദേവിയെ കണ്ടുപിടിക്കും? പഞ്ചബ്രഹ്മാസന സ്ഥിത. ഇവിടെ പഞ്ചപ്രേതമഞ്ചാതിശായിനി എന്നാ പറയുന്നത്. അപ്പോ പഞ്ചബ്രഹ്മം എന്ന് പറയുന്നതും പഞ്ചപ്രേതമഞ്ചം എന്ന് പറയുന്നതും പഞ്ചബ്രഹ്മാസനം എന്ന് പറയുന്നതും പഞ്ചപ്രേത മഞ്ചം എന്ന് പറയുന്നതും, മഞ്ചം എന്ന് പറഞ്ഞാൽ കട്ടില് അല്ലെ, രണ്ടും എന്താണ്? ഒന്ന് തന്നെയാണ്. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി എന്നുള്ളൊരു നാമവും നമ്മൾ കണ്ടു. അപ്പൊ ഒക്കെ കണ്ടതാണിത്, ഓർമ്മ വരേണ്ടതാണ്. പഞ്ചപ്രേതാസനാസീന എന്ന് കണ്ടു. ഇവിടെ പഞ്ചപ്രേത മഞ്ചാതിശായിനി എന്ന്. എന്താണ് പഞ്ചപ്രേതങ്ങള് അല്ലെങ്കിൽ പഞ്ചബ്രഹ്മം? രണ്ടും ഒന്ന് തന്നെയാണ്. വ്യത്യാസം പറഞ്ഞു തരാം എന്താണ്. പഞ്ചപ്രേതങ്ങൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ പഞ്ചബ്രഹ്മം ആരൊക്കെയാണ്? ദേവിയുടെ ചൈതന്യം കൂടെ ഇരിക്കുമ്പോൾ ശുദ്ധബ്രഹ്മം അല്ലാതെ ഇരിക്കുന്നതാണ്. ശുദ്ധബ്രഹ്മമായിട്ട് പഞ്ചബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, ഈ 5 പേരും ഇരിക്കുന്നതാണ് പഞ്ചബ്രഹ്മം. അവിടെ ദേവിയുടെ ചൈതന്യം വേറിട്ട് നിൽക്കുകയാണ്. ആ ദേവിയുടെ ചൈതന്യം വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ ബ്രഹ്മം എന്തായി മാറും? പ്രേതമായി മാറും. അപ്പോ പഞ്ചപ്രേതങ്ങളും ഒന്ന് തന്നെയാണ്, പഞ്ചബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ആദ്യത്തത് ബ്രഹ്മാവ്, രണ്ടാമത്തത് വിഷ്ണു, മൂന്നാമത്തത് രുദ്രൻ, നാലാമത്തത് ഈശ്വരൻ, അഞ്ചാമത്തത് സദാശിവൻ. ഇത് നമ്മൾ കണ്ടതായിരുന്നു പഞ്ചബ്രഹ്മാസന സ്ഥിത എന്ന് പറഞ്ഞപ്പോൾ. ദേവിയുടെ മഞ്ചം, ആ കട്ടിലിന്റെ 4 കാലുകളായിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവർ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത്? അവര് ബ്രഹ്മമായിട്ടല്ല ഇരിക്കുന്നത്. എങ്ങനെയായിട്ടിരിക്കുന്നതാണ്? പ്രേതമായിട്ടാണ് ഇരിക്കുന്നത്. പ്രേതം എന്ന് പറഞ്ഞാൽ ദേവി ധ്യാനത്തിൽ മുഴുകിയിട്ട് നിശ്ചലരായിട്ട്, ആ ധ്യാനരൂപികളായിട്ട്. ശിവന്റെയൊക്കെ ധ്യാനരൂപം എന്ന് പറഞ്ഞാൽ ശുദ്ധ സംഘാശ രൂപമാണ്. അപ്പോ നിഷ്കള രൂപമാണ് ബ്രഹ്മം, നിഷ്കള രൂപമാണ്. ആ രൂപത്തില് പ്രേതതുല്യരായിട്ട് ഇരിക്കുന്നവരാണ് അവര്. അതുകൊണ്ട് ആ ദേവിയുടെ മഞ്ചത്തിന്റെ 4 കാലുകളായിട്ട് ഇവരിയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് മഞ്ചത്തിന്റെ ആ പലകയായിരിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. അല്ല, സദാശിവനാണ്. അപ്പോ ബ്രഹ്മാവിന് മുകളിൽ വിഷ്ണു, വിഷ്ണുവിന് മുകളിൽ രുദ്രൻ, രുദ്രന് മുകളിൽ ഈശ്വരൻ, അങ്ങനെയാണ് ആ ഓർഡർ പോകുന്നത്. ഈശ്വരന് മുകളില് ആ പലകയായിട്ട് സദാശിവൻ. ഇവിടെ ദേവി ഇരിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. എങ്ങനെയാണ്? ദേവി കാമേശ്വരന്റെ അംഗത്തിലെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത്. കാമേശ്വര അംഗസ്ഥ എന്നുള്ള നാമവും നമ്മൾ കണ്ടതാണ്. അപ്പൊ ദേവി എങ്ങനെയാണ്? അതില് അരയന്നപ്പിടകളുടെ തൂവല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മൃദുശയ്യയില് ദേവി ശയിക്കും. ഇരിക്കുമ്പോ ദേവി അവിടെ ഇരിക്കുന്ന കാമേശ്വരന്റെ
മടിത്തട്ടിലാണ് ദേവി ഇരിക്കുന്നത്, തുടയിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പൊ ദേവി ശയിക്കുന്നത് എവിടെയാണ്? ആ അരയന്നത്തൂവൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സദാശിവൻ എന്ന പലകയില്, ആ അരയന്നത്തൂവൽ കൊണ്ടുള്ള മെത്തയിലാണ് ദേവി ശയിക്കുന്നത്. അപ്പോ ദേവിയുടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന അവർ പ്രേതതുല്യരായി മാറും. ദേവിയുടെ ശക്തി അവർക്ക് ചെല്ലുമ്പോൾ അവര് ബ്രഹ്മമായി മാറും. സൃഷ്ടിസ്ഥിതി. അപ്പോ ബ്രഹ്മാവ് എന്താ ചെയ്യുന്നത്? സൃഷ്ടി ചെയ്യുന്നു. വിഷ്ണു എന്താ ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നു, പരിപാലനം ചെയ്യുന്നു. രുദ്രൻ എന്ത് ചെയ്യുന്നു? സംഹാരം ചെയ്യുന്നു, അല്ലെങ്കിൽ ലയം ചെയ്യുന്നു. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? തിരോധാനം എന്നുള്ള കാര്യം ചെയ്യുന്നു. സദാശിവൻ എന്ത് ചെയ്യുന്നു? വീണ്ടും അനുഗ്രഹം, അതിനെ തിരിച്ചു വിളിക്കുക. സദാശിവനാണ് പരശിവനായിട്ട് ഒന്നായിരിക്കുന്ന ശിവൻ പലതായി തോന്നാൻ ദേവി തോന്നിക്കുമ്പോഴാണ് പലതായി മാറുന്നത്, ബ്രഹ്മത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ പഞ്ചപ്രേതങ്ങൾ തന്നെയാണ് ദേവിയുടെ പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നവര്. ദേവി പഞ്ചകൃത്യപരായണയാണ്. വളരെ എളുപ്പമുള്ളതാണ്. ഈ 5 പേരും ചെയ്യുന്ന കൃത്യങ്ങൾക്കാണ് പഞ്ചകൃത്യം എന്ന് പറയുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാന, പിന്നെ അനുഗ്രഹങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാന, അനുഗ്രഹങ്ങളാണ് പഞ്ചകൃത്യ. പഞ്ചകൃത്യ പരായണ എന്നുള്ള നാമം നമ്മൾ പഠിച്ചതാണ്. അപ്പോ പഞ്ചപ്രേതങ്ങളായിരിക്കുന്ന ആ മഞ്ചത്തില് ദേവി എന്താ ചെയ്യുന്നത്? ശയിക്കുന്നവളാണ് ദേവി. അതിശായിനിയായിരിക്കുന്നവളാണ്, ശയനം ചെയ്യുന്നവളാണ് ദേവി. അപ്പോ ഈ 5 മൂർത്തികളുടെയും ഉള്ള ആ കട്ടിലിന്റെ മുകളില് ദേവി ശയിക്കുന്നവളാണ്. അതുകൊണ്ട് പഞ്ചപ്രേത മഞ്ചാതിശായിനി എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും എന്താണ്? ശക്തിയോട് ചേരുമ്പോൾ അവര് പഞ്ചബ്രഹ്മമായി മാറും. ശക്തി വേറിടുമ്പോൾ അവരെന്തായി? പഞ്ചപ്രേതമായി മാറും. അങ്ങനെയാണ്. അപ്പോ ശരിക്കും പ്രേതം എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്ര പ്ലസ് ഇതം എന്നാണ്. അപ്പോ ശരീരത്തിൽ നിന്നുള്ള ഭൂതം, മലയാളത്തിലുള്ള പ്രേതമല്ല. പ്രേതം എന്ന് പറഞ്ഞാൽ പ്ര പ്ലസ് ഇതം. പ്ര എന്ന് പറഞ്ഞാൽ മുന്നോട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് എന്നാണ്. അപ്പൊ പ്രാണൻ ശരീരത്തിൽ നിന്നും മുന്നോട്ട് പോയി, പുറത്തേക്ക് പോയി. അതിന്റെ കർമ്മം അവസാനിച്ചപ്പോ ശരീരം ഉപേക്ഷിച്ചിട്ട് ആ പ്രാണൻ പുറത്തേക്ക് പോവാണ്. ആ പോയത് എന്നാണ് ഇതം, പ്ര ഇതം എന്ന് പറഞ്ഞാൽ. പ്രേതം, പ്ര ഇതം. ഇതം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയത്. അപ്പോ മുന്നോട്ട് പോയി അല്ലെങ്കിൽ പുറത്തേക്ക് പോയി. അപ്പൊ പുറത്തേക്ക് പോയിട്ടുള്ള പ്രാണനും എന്താണ്? അതിനെ നമുക്ക് പ്രേതം എന്ന് പറയാം. ഈ നിശ്ചലമായിരിക്കുന്ന, എല്ലാം പുറത്തേക്ക് പോയി കിടക്കുന്ന ശരീരം എന്താണ്? പ്രേതം എന്നാണ് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ നിന്നും പ്രാണൻ പുറത്തു പോയ അവസ്ഥയാണ് പ്രേതം എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ എങ്ങനെയാണ്? സപിണ്ഡീകരണം എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നതിന്റെ പുരാണങ്ങളൊക്കെ അതിന് വളരെ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങള് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ചുറ്റി നിൽക്കുന്ന ആ ആത്മാവിനെ പല കാരണങ്ങളും 10 ദിവസമോ 15 ദിവസമോ 1 മാസമോ എന്താണെങ്കിലും 41 ദിവസമോ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സപിണ്ഡീകരണം എന്നാണ് പറയുക. അവര് പിതൃലോകത്തിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവര് പിതൃക്കളായി മാറും. അതാണ്. പിന്നെ പുനർജന്മമോ എന്താണെങ്കിൽ അത് അതിന് കർമ്മങ്ങൾക്കനുസരിച്ച് കിട്ടും. പക്ഷെ പിതൃലോകം അവർക്ക് വേണം. അപ്പൊ ആ പിതൃലോകം ഉണ്ടാക്കി കൊടുക്കാനാണ് സപിണ്ഡീകരണം എന്ന് പറയുന്ന ഈ പ്രക്രിയകളൊക്കെ ശരീരത്തിന് ചെയ്യുന്നത്. കാരണം ആ പ്രാണനും ശരിക്കും എങ്ങനെയായി മാറും? അതിനെ പ്രേതം എന്ന് പറയുന്ന ശരിയായി ആ പിതൃലോകത്തിൽ പോവാത്തിടത്തോളം കാലം അതിനെ എന്ത് പറയും? പ്രേതം എന്ന് പറയും. അപ്പോ അതിനെ ആ വഴിയിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതും നമ്മളുടെയൊക്കെ കടമയാണ്. അതുകൊണ്ട് ദേവി പഞ്ചപ്രേത മഞ്ചാതിശായിനി എന്ന് പറയുന്നു. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള നാമമാണ്. ധാരാളം സ്ഥലത്ത് നമ്മൾ കണ്ടതാണ് ഈ നാമം. അങ്ങനെ ഈ ശ്ലോകം അവസാനിച്ചു. 175-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി. ഇതില് 948 മുതൽ 954 വരെയുള്ള 7 നാമങ്ങളുണ്ട്. ഓരോന്ന് പറയുന്നതായിട്ട് പെട്ടെന്ന് കാണാൻ എളുപ്പമുള്ള നാമങ്ങളാണ്. പഞ്ചമി, പഞ്ചമി എന്ന് പറഞ്ഞ ഒരു തിഥിയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ആദ്യമായി എടുക്കേണ്ടത് അതല്ല. പഞ്ചമഹ എന്ന് പറഞ്ഞാൽ 5-ാമൻ, പഞ്ചമി എന്ന് പറഞ്ഞാൽ 5-ാമത്തവൾ. അപ്പൊ പഞ്ചമി സ്ത്രീലിംഗമാണ്, പഞ്ചമഹ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. അപ്പൊ 5-ാമത്തവൻ
പഞ്ചമൻ ആരാണ്? സദാശിവനാണ്. എങ്ങനെ? നമ്മൾ കണ്ടില്ലേ, പഞ്ചപ്രേതം, പഞ്ചബ്രഹ്മം, പഞ്ചപ്രേതം. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ഏറ്റവും മുന്നിലുള്ള സദാശിവനാണ്. അപ്പോൾ ഇവിടെ ആരാണ് പഞ്ചമൻ? പഞ്ചമഹ എന്ന് പറഞ്ഞാൽ സദാശിവൻ. പഞ്ചമി എന്ന് പറഞ്ഞാൽ സദാശിവന്റെ പത്നി അല്ലെങ്കിൽ ദേവി എന്ന് പറയാം. അപ്പോ പഞ്ചമനായിട്ടുള്ള സദാശിവന്റെ പത്നി പഞ്ചമി എന്നിവിടെ നമുക്ക് പറയാം. ഇനി മറ്റൊരു തരത്തിൽ പഞ്ചമി എന്ന് പറഞ്ഞാൽ ആരാണ്? സപ്തമാതൃക്കളെ നമ്മൾ കണ്ടു. ബ്രാഹ്മി പല ഓർഡറുകളും പറയാറുണ്ട്. പക്ഷെ ഏത് ഓർഡറിൽ പറഞ്ഞാലും അഞ്ചാമത്തെ ഓർഡറിൽ വരുന്നത് ആരാണ്? വാരാഹി എന്നുള്ള വരാഹ അവതാരത്തില് ദേവിയുടെ മന്ത്രിണിയായിട്ടിരിക്കുന്ന, അല്ല, സേനാധിപതിയായിരിക്കുന്ന വാരാഹിയാണ് അഞ്ചാമത്തത്. അപ്പൊ ബ്രാഹ്മി, വൈഷ്ണവി, മാഹേശ്വരി, നാരസിംഹി, അഞ്ചാമത്തത് വാരാഹി. ആദ്യത്തെ ബ്രഹ്മാവിൽ നിന്നുള്ളത് ബ്രാഹ്മി, വിഷ്ണുവിൽ നിന്നുള്ള വൈഷ്ണവി, മഹേശ്വരനിൽ നിന്ന് മാഹേശ്വരി, അത് കഴിഞ്ഞാൽ നരസിംഹത്തിൽ നിന്ന് നാരസിംഹി, അഞ്ചാമത്തത് വരാഹ അവതാരത്തിലുള്ള വാരാഹി. അപ്പൊ വാരാഹി അഞ്ചാമത്തെ ദേവിയുടെ അവതാരമാണ് അവിടെ സപ്തമാതൃക്കളില്. അപ്പൊ വാരാഹി ദേവിയെയും എന്ത് പറയും? പഞ്ചമി എന്ന് പറയും. അപ്പോ അങ്ങനെയുള്ള വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത, ഒറ്റ നാമമാണ്, ഓർക്കുന്നില്ലേ? വിശുക്രൻ, ശുക്രനും വിശുക്രനും രണ്ട് തോളിൽ നിന്നാണ് ഭണ്ഡാസുരൻ സൃഷ്ടിച്ചത് തന്റെ രണ്ട് സഹോദരന്മാരെ. അവരെ കൊണ്ടുവന്ന് ഒരു നിവൃത്തിയില്ലാത്തപ്പോഴാണ് വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത. ആരാണ് ചെയ്തത്? വാരാഹിയാണ്. വാരാഹി ദേവിയാണ് വിശുക്രന്റെ പ്രാണനെ ഹരിച്ചത്, വിശുക്രനെ കൊന്നത്. അത് കണ്ട് നന്ദിത, ആനന്ദിച്ചിരിക്കുന്ന ദേവി. ആ ദേവിക്ക് നമസ്കാരം എന്നായിരുന്നു ആ നാമത്തിന് അർത്ഥം. അപ്പോ ആ വാരാഹി ദേവിയും പഞ്ചമി എന്ന് പറയുന്നു. ഇനി ശുക്ലപക്ഷത്തിലെ അഞ്ചാമത്തെ തിഥിയെ പഞ്ചമി എന്ന് പറയുന്നു. നമുക്കറിയാം, തിഥി ദേവതകള്, നിത്യദേവതകള്, നിത്യ എന്ന് പറയും. ദേവിയുടെ 16 രൂപങ്ങളുള്ള എല്ലാ ദേവതകളെയും നമ്മൾ കണ്ടതാണ്. ഓരോ തിഥിക്കും പ്രഥമ മുതൽ അതുപോലെ തന്നെ പൗർണമി വരെയുള്ള തിഥികളെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരുടെയൊക്കെ ദേവതകളുടെ പേര് നമ്മൾ കേട്ടതാണ്. അതില് ആ അഞ്ചാമത്തെ തിഥി പഞ്ചമി എന്നറിയുന്നു. അതും ദേവി തന്നെയാണ്. ദേവിയുടെ നിത്യയാണ് പഞ്ചമി എന്നുള്ളത്. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഇരിക്കുന്ന ദേവി പഞ്ചമി എന്ന് പറയുന്നു. ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം സദാശിവ പത്നിയായിട്ടിരിക്കുന്ന ദേവി എന്നുള്ളതാണ്. ഇനി അടുത്തത് പഞ്ചഭൂതേശി, വളരെ എളുപ്പമുള്ള നാമാണ്. പഞ്ചഭൂതങ്ങൾക്കും ഈശ്വരിയായവൾ. ഇനി ഇത് വീണ്ടും വീണ്ടും വൃത്തി, അപ്പ്, തേജോ, വായു, ആകാശം, ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ, നിർമ്മിതി തന്നെ ദേവി ഈ പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ടാണ് 24 തത്വം, അല്ലെങ്കിൽ 52 തത്വം, അല്ലെങ്കിൽ 108 തത്വം എന്നൊക്കെ പറഞ്ഞ് ദേവി നിർമ്മിച്ചിരിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതും ഘടനവും വിഘടനവും എല്ലാം ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷനെ കൊണ്ട് ദേവി ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെ വിഘടിപ്പിക്കുമ്പോൾ ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം ഇല്ലാണ്ടാവും ബ്രഹ്മമായി മാറുന്നത്. അതുകൊണ്ട് പഞ്ചഭൂതേശി. അപ്പൊ പഞ്ചഭൂതങ്ങളാണ് പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം. അപ്പ് എന്ന് പറഞ്ഞാൽ ജലമാണ് ഇവിടെ, തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അപ്പൊ ഓർക്കാൻ വേണ്ടിയിട്ടാണ് പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം എന്ന് പെട്ടെന്ന് പറയുന്നത്. അപ്പോ ആ പഞ്ചഭൂതേശിയായിരിക്കുന്ന ദേവി, ആ ദേവിക്ക് നമസ്കാരം. ഇനി 950 നാമം പഞ്ചസംഖ്യോപചാരിണി. പഞ്ചസംഖ്യോപചാരിണി. എന്താ പഞ്ചസംഖ്യോപചാരിണി? 5 വസ്തുക്കളാൽ ഉപചാരം ചെയ്യുന്ന, 5 കാര്യങ്ങളെ കൊണ്ട് ഉപചാരം ചെയ്യപ്പെടുന്നവളാണ് ദേവി. എന്താണ് 5 കാര്യങ്ങള്? ഇവിടെ ഗന്ധ, പുഷ്പ, ധൂപ, ദീപ, നൈവേദ്യം. മിനിമം ഏത് പൂജ ചെയ്യുകയാണെങ്കിലും ഈ 5 വസ്തുക്കള് മിനിമം വേണം. ഇനി നൈവേദ്യത്തിന് ജലം എന്നും നമുക്ക് ചേർക്കാം. അപ്പോ ജലഗന്ധ പുഷ്പ ധൂപ ദീപം എന്ന് പറയും. ഇപ്പൊ നൈവേദ്യം വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഗന്ധ പുഷ്പ ദീപ ജലം ഇത്രയും മിനിമം കൊടുക്കണം. അതുകൊണ്ടാണ് ചെയ്യുന്ന പൂജയാണ് പഞ്ചസംഖ്യ. 5 സംഖ്യ എന്ന് പറയുന്നത് ഈ 5 ഐറ്റത്തിനെയാണ്. ഇപ്പോ ഗന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വൃത്തിയാണ്. നമുക്കറിയാം, പാർവതി ഗണേശനെ സൃഷ്ടിച്ചത് തന്റെ ശരീരത്തിലുള്ള ചന്ദനവും മഞ്ഞളും ഒക്കെ കൂട്ടിയിട്ടായിരുന്നു, അല്ലേ? അപ്പോ ചന്ദനവും മഞ്ഞളും ഒക്കെ കൂട്ടിയിട്ടുള്ള ലേപം പൃഥ്വിയാണ്. ഈ പൃഥ്വിക്ക് മണമുണ്ട്. അതുകൊണ്ട് ഗന്ധം സൂചിപ്പിക്കുന്നത് ചന്ദനം അല്ലെങ്കിൽ മഞ്ഞള് എന്നൊക്കെയുള്ള ആ ദേവിയുടെ ചന്ദനമാണ്, സുഗന്ധമാണ് ഗന്ധം എന്ന് പറയുന്നത്. പൃഥ്വിയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പുഷ്പം. പുഷ്പം എന്തിനെയാണ്? ആകാശത്തെയാണ്
പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി ധൂപം എന്ന് പറഞ്ഞാൽ വായുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ദീപം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നൈവേദ്യം എന്ന് പറഞ്ഞാൽ ജലം തന്നെയാണ്. കാരണം നൈവേദ്യം രസമാണ്. ജലത്തിന്റെ രസമാണ് ജലത്തിന്റെ ഗുണം. അപ്പോ നൈവേദ്യം ജലമാണ്, ജലത്തിന്റെ രസമാണ്. അപ്പോ ജലത്തിന് പകരം നൈവേദ്യം കൊടുക്കാം, നൈവേദ്യമല്ലെങ്കിൽ ജലം കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോ ഈ ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം, അതാണ് പഞ്ചസംഖ്യകള്. ഇതെങ്കിലും മിനിമം വേണം എന്ത് പൂജ ചെയ്യാനും. എന്നപ്പോൾ വിളക്ക് കൊളുത്തണം, ചന്ദനം വേണം, പുഷ്പം വേണം, ധൂപം വേണം, ദീപം വേണം, ജലം വേണം. ഇത്രയും മിനിമമാണ് ഒരു പൂജയ്ക്ക് വേണ്ടത്. അപ്പൊ എപ്പോഴും രാവിലെ വിളക്ക് കൊളുത്തി ദേവിയെ അർച്ചിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 5 വസ്തുക്കളാലും ഉപചാരം ചെയ്യപ്പെടുന്നവളാണ് ദേവി. ആ പൂജയ്ക്കാണ് ആ ഉപചാരത്തിന് പഞ്ചസംഖ്യോപചാരിണി എന്ന് പറയുന്നു. ഇനി കുറച്ച് വലിയ പൂജ എന്തായിരിക്കും? അത് കഴിഞ്ഞാലുള്ളത് ഷോഡശോപചാര പൂജ. ഇപ്പൊ നമ്മള് ഭഗവത് സേവയൊക്കെ നടത്തുമ്പോൾ ചെയ്യുന്നത് ഷോഡശോപചാര പൂജയാണ്. 16 അംഗങ്ങളെ കൊണ്ട് ചെയ്യുന്നതാണ്, 16 വസ്തുക്കളെ കൊണ്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ എന്ന് കണ്ടു നമ്മള്. ചതുഷ്ഷഷ്ടി, ചതു എന്ന് പറഞ്ഞാൽ 4, ഷഷ്ടി എന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയിലത്തെ ഷഷ്ടി 60, 64 കാര്യങ്ങളെ കൊണ്ട് ഉപചാരം ചെയ്യുന്നത്. അപ്പോ അങ്ങനെ വലിയ വലിയ പൂജകളൊക്കെ എന്തായി ഷോഡശോപചാര പൂജയാവും. അത് കഴിഞ്ഞാൽ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ പൂജയായി മാറും. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് പഞ്ചസംഖ്യോപചാരിയാണ്. പഞ്ചസംഖ്യ 5 വസ്തുക്കൾ കൊണ്ട് പഞ്ചോപചാര പൂജയാണ്. പഞ്ചോപചാര പൂജ നമ്മൾ എല്ലാവരും ചെയ്യണം. അതുകൊണ്ട് പഞ്ചസംഖ്യോപചാരിണി എന്ന്. ഇനി 5 ഭൂതങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് നമ്മൾ കണ്ടു. അപ്പോൾ 5 പഞ്ചഭൂതങ്ങളെയും പൂജിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത നാമമാണ് 951 ശാശ്വതി. ശാശ്വതി എന്ന് പറഞ്ഞാൽ, ശാശ്വതം എന്ന് പറഞ്ഞാൽ നിത്യം. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും എപ്പോഴും ദേവിയുണ്ട്. ദേവിക്ക് ഒരിക്കലും നാശമില്ല. ദേവി അവിനാശിയാണ്. 3 കാലത്തിലുമുള്ളവളാണ്, 3 കാലങ്ങൾക്ക് അപ്പുറവുമുള്ളവളാണ്. ദേവി ശുദ്ധ ബ്രഹ്മമാണ്. അതുകൊണ്ട് ശാശ്വതി എന്ന പേരിൽ അറിയപ്പെടുന്നു. ദേവി ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ദേവി ശാശ്വതമാണ്, ഒരിക്കലും മാറാത്തതാണ് ദേവി. ഇനി 952 നാമം ശാശ്വത ഐശ്വര്യ. എളുപ്പമുള്ള നാമങ്ങളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. ശാശ്വതമായിട്ടുള്ള ഐശ്വര്യത്തോടു കൂടിയവൾ, ശാശ്വത ഐശ്വര്യ, നിത്യമായ ഐശ്വര്യത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ശാശ്വത ഐശ്വര്യ എന്ന് പറയുന്നു. ഈശ്വരസ്യ ഭാവ ഇതി ഐശ്വര്യം, അങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത്. ഈശ്വരസ്യ ഭാവ ഇതി ഐശ്വര്യം. അപ്പൊ ഈശ്വരസ്യ ഭാവമാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈശ്വരം? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഈശനം ചെയ്യുന്നവൻ. ഈശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക. അതൊക്കെ നമ്മൾ കണ്ടു ഈശ്വരി എന്നുള്ള ദേവിയുടെ നാമത്തില്. എല്ലാത്തിനെയും ഈശനം ചെയ്യുന്നവനാണ് ഈശ്വരൻ. ഈശനം ചെയ്യുന്ന വരൻ, വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അപ്പൊ എല്ലാത്തിനെയും ഭരിക്കുന്ന ശ്രേഷ്ഠനാണ് ഈശ്വരൻ. ആ ഈശ്വര ഗുണമുള്ളവനാണ് ആര്? ആർക്കാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പൊ ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മുഖത്ത് നല്ല തേജസ് ഉണ്ട് എന്നുള്ളതല്ല. എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ്, എല്ലാറ്റിനെയും ഭരിക്കാനുള്ള കഴിവ്, ആ നിപുണതയ്ക്കാണ്. എന്നാലോ പ്രസന്നമായിട്ട് ചെയ്യുന്നു. അതിനാണ് എന്ത് പറയുന്നത്? ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോ ഈശ്വരീയമായിട്ടുള്ള നിപുണതയ്ക്കാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോ ദേവിയുടെ 5 ഈശ്വരന്മാരും ദേവിയുടെ ആജ്ഞാനുവർത്തികളാണ് നമ്മൾ കണ്ടു. പഞ്ചപ്രേതങ്ങളായിട്ടും പഞ്ചബ്രഹ്മങ്ങളൊക്കെ ആയിട്ടും ദേവിയെ സേവിക്കുകയാണ് അവര്. അപ്പോ ദേവി ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരലയ അനുഗ്രഹങ്ങളെ ദേവി ഇവരിലൂടെ ചെയ്യിക്കുന്നു. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ ബ്രഹ്മമായി ശുദ്ധബ്രഹ്മമായിട്ട് നിലകൊള്ളുന്നു. ഇതൊക്കെ ചെയ്യുന്ന ദേവിയുടെ ആ കൺട്രോൾ, ആ നിയന്ത്രണം, ദേവി തന്നെ ഏറ്റവും വലിയ ഈശ്വരിയാണ്. അതുകൊണ്ട് ശാശ്വതമായ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ദേവിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേവി ശാശ്വത ഐശ്വര്യ, എല്ലാ കാലത്തും കാലത്തിന് അതീതമായിട്ടും ഐശ്വര്യമായി വർത്തിക്കുന്നവൾ ശാശ്വത ഐശ്വര്യ. ഇനി 953 നാമം ശർമ്മദ. ശർമ്മദ, ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം. സുഖം എന്നാണ് ശർമ്മം എന്നാണ്. അപ്പൊ ശർമ്മദ, ദാ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൾ, സുഖത്തെ ദാനം ചെയ്യുന്നവൾ. ദാനം ശരിക്കും
ഇഹലോകത്തിലും പരലോകത്തിലും സുഖത്തെ നൽകുന്നവളാണ് ദേവി. അതുകൊണ്ടാണ് ദേവിയെ ശർമ്മദ, അത് ദാനം ചെയ്യുന്നവളാണ്. അതുകൊണ്ട് ദേവിയെ ശർമ്മദ എന്ന് പറയുന്നു. അപ്പോ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ സംരക്ഷണം എന്നുള്ള അർത്ഥമുണ്ട്, അഭയസ്ഥാനം എന്നുള്ള അർത്ഥമുണ്ട്, ഗൃഹം എന്നുള്ള അർത്ഥമുണ്ട്. ഇതൊക്കെ ദേവി ദാനം ചെയ്യുന്നതാണ്. സംരക്ഷണം ദാനം ചെയ്യുന്നു, അതുകൊണ്ട് ദേവി ശർമ്മദയാണ്. അഭയസ്ഥാനം ദാനം ചെയ്യുന്നു, അതുകൊണ്ട് ദേവി ശർമ്മദയാണ്. ഗൃഹം, നമുക്ക് താമസിക്കാനുള്ള ഈ ഭൂമി തന്നെ ഗൃഹമാണ്. ഇതൊക്കെ ദാനം ചെയ്യുന്നത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ട് ദേവി ശർമ്മദ എന്ന് പറയുന്നു. ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖമാണ്. ഇനി ശർമ്മ എന്നാണ് പൊതുവെ എല്ലാ ബ്രാഹ്മണ സമൂഹത്തെയും കൂടിയിട്ട് വിളിക്കുന്നത്. ഒരു വാലാണത്. ഭട്ടതിരി, നമ്പൂതിരി എന്നൊക്കെ പറയുന്നു നമ്മുടെ അവിടെയൊക്കെ. പക്ഷെ ശരിക്കും നമ്മൾ ഇവരൊക്കെ കൂട്ടി വിളിക്കുകയാണെങ്കിൽ ശർമ്മ, ശർമ്മ എന്നുള്ള ബ്രാഹ്മണന്മാർക്ക് നോർത്ത് ഇന്ത്യയിൽ സർനെയിം ഉണ്ട്, സൗത്ത് ഇന്ത്യയിലും ഉണ്ട്. അപ്പോ ശർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും സുഖമുള്ളവരാണ്. സുഖം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ജ്ഞാനമുള്ളപ്പോഴാണ് സുഖം കിട്ടുന്നത്. വിഷയസുഖങ്ങളുടെ പിന്നാലെ ഓടിപ്പോവാതെ പരമജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ, വേദം പഠിച്ച് പരമജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ശാശ്വതമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കും അവര്. അപ്പൊ അവർക്ക് ദുഃഖമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് വേദജ്ഞാനികളായിട്ടുള്ള പണ്ഡിത ബ്രാഹ്മണന്മാരെ ശർമ്മ എന്ന് പറയുന്നത്. അവരാണ്, അറിവാണ് സുഖത്തിന്റെ ലക്ഷണം. അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് മനസ്സിലാവും, ബ്രഹ്മജ്ഞാനമായി മാറും. അപ്പൊ പിന്നെ നമുക്ക് സുഖമില്ലാത്ത അവസ്ഥ വരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശർമ്മ എന്നുള്ള നാമം അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ള നാമം കാണുമ്പോഴും നമ്മളൊക്കെ പറയേണ്ടതാ, നമുക്ക് അറിയേണ്ടതാണിത്. സദാ സുഖമായിട്ട് ഇരിക്കുന്നവരാണ്. കാരണം ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളാണ് അവര് എന്ന് പറയണം. ശർമ്മദ, അപ്പോ സുഖം ദാനം ചെയ്യുന്നവളാണ് ദേവി ഇഹത്തിലും പരത്തിലും. അതുകൊണ്ട് ദേവിയെ ശർമ്മദ എന്ന് പറയുന്നു. ഇനി 954 നാമം ശംഭുമോഹിനി. എളുപ്പമുള്ള നാമമാണ്. ശംഭുവിനെ മോഹിപ്പിക്കുന്നവൾ, ശിവനെ മോഹിപ്പിക്കുന്നവൾ. അപ്പോ എപ്പോഴാണ് മോഹിപ്പിച്ചത്? അമൃതമഥന സമയത്തുണ്ടായ കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ല. അസുരന്മാര് തട്ടിയെടുക്കാൻ ശ്രമിച്ചു അമൃതത്തെ. അപ്പോ ആ അമൃതം മോഹിനി രൂപിയായിട്ട് വിഷ്ണു തന്നെ മോഹിനിയായി. എങ്ങനെയാണ് വിഷ്ണുവിന് മോഹിനി രൂപമാവാൻ പറ്റുന്നത്? ദേവിയെ ഉപാസിച്ചിട്ട് ദേവിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ്. ആ ത്രിപുര സുന്ദരിയുടെ രൂപം, അസുരന്മാരെയൊക്കെ മോഹിപ്പിക്കണമെങ്കിൽ, ദേവന്മാരെയൊക്കെ മോഹിപ്പിക്കണമെങ്കിൽ ത്രിപുര സുന്ദരി തന്നെ വേണം. അപ്പൊ വിഷ്ണു ത്രിപുര സുന്ദരിയുടെ രൂപത്തിൽ വരികയാണ്. ദേവി തന്നെയായിട്ടാണ്, ആ ചൈതന്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാവരെയും മോഹിപ്പിക്കുന്നു. അതിനുശേഷം ശംഭുവിന് ആ രൂപം കാണണമെന്ന് പറയുന്നു. അങ്ങനെ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ശംഭുവും മോഹവലയത്തിൽ പെടുകയാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കഥയാണ്. അതുകൊണ്ട് ശംഭു മോഹിനി എന്ന് പറയുന്നു. ശംഭു എന്ന് പറഞ്ഞാൽ മുനിമാരെയും പറയും. മുനിമാരെയൊക്കെ മോഹിപ്പിക്കുന്നവളാണ് ദേവി. ദേവിയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മുനിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അവരെ മോഹിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ശംഭു മോഹിനി എന്ന് പറയുന്നു. അങ്ങനെ 175 ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ശ്ലോകം തുടങ്ങി വെക്കാം നമുക്ക്. ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. 955 മുതൽ 963 വരെയുള്ള 9 നാമങ്ങൾ. പെട്ടെന്ന് പോവും, നമ്മൾ 1000-ഓട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 176 ശ്ലോകം. ധര, എളുപ്പമുള്ള, ഭൂമി ദേവിയെ ധരിക്കുന്നവളാണ്. ഭൂമിയെ ധരിക്കുന്നവളാണ് ധര. അതുകൊണ്ട് ഭൂമിയെ ധര എന്ന് പറയുന്നത് എന്താണ്? എല്ലാറ്റിനെയും, സർവചരാചരങ്ങളെയും ഭൂമി ധരിക്കുന്നു തന്നില്. അതുകൊണ്ട് ഭൂമിയെ ധര എന്ന് പറയുന്നു. ദേവിയെ ധര എന്ന് പറയുന്നു. ഭൂമിയെ തന്നെ ധരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ധര എന്ന് പറയുന്നു. ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ് ഭൂമി ദേവി. എല്ലാത്തിനെയും ധരിക്കുന്നവള്. ഇവിടെയുള്ള എല്ലാ സൃഷ്ടിയെയും ധരിക്കുന്നത്, ഈ ഭൂമിയെ മാത്രമല്ല സകല സൃഷ്ടിയെയും ധരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ധര എന്ന് പറയുന്നു. ഭൂമിക്ക് ധര എന്നും ധരണി എന്നും ധരിത്രി എന്നും ഒക്കെ പര്യായങ്ങൾ അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് ധര എന്ന് പറയുന്നു. ഭൂമി ദേവിയെ തന്നെ ധരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ധര. ഇനി 956 നാമം ധരസുത. വീണ്ടും എളുപ്പമുള്ള നാമമാണ്, പക്ഷെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുമാണ്. ധരസുത എന്ന് പറഞ്ഞാൽ, ധരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പർവ്വതത്തിനെയാണ് പറയുന്നത്.
എന്തുകൊണ്ടാണ് ധരൻ എന്ന് പറയുന്നത്? ഈ ഭൂമിയുടെ എന്താണ്, ഭൂമിയെ പിടിച്ചു നിർത്തുന്ന അസ്ഥികളാണ് പർവ്വതങ്ങള് എന്നാണ് സങ്കല്പം. അപ്പോ പർവ്വതങ്ങളില്ലെങ്കിൽ സമുദ്രത്തിലേക്ക് ഒലിച്ചു പോവും ഈ ഭൂമി മുഴുവൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പർവ്വതങ്ങളാണ്, എല്ലായിടത്തും കുന്നുകളും പർവ്വതങ്ങളും ഉണ്ടായിരിക്കും. ആ പർവ്വതങ്ങളാണ് ഇതിന്റെ കാലുകളാണ് ഈ ഭൂമിയുടെ. അതുകൊണ്ട് ഭൂമിയെ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് ധരൻ എന്ന് പറയുന്നു ഇതിനെ, പർവ്വതത്തെ ധരൻ. അപ്പോ പർവ്വതം, ധരൻ ആരാണ്? ഏറ്റവും വലിയ ധരൻ ഹിമവാനാണ്. ഹിമവാന്റെ പുത്രിയാണ്, സുതയാണ് ആര്? പാർവതി. അപ്പോ പർവ്വതപുത്രിയാണ്, ശൈലപുത്രിയാണ്. അതുകൊണ്ട് ധരസുത എന്ന് പറയുന്നു. ധരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ് പർവ്വതങ്ങൾക്ക് ധരൻ എന്നുള്ള അർത്ഥം വന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഭൂമിയെ പിടിച്ചു നിർത്തുന്ന അസ്ഥികളായിട്ടാണ്, അല്ലെങ്കിൽ കാലുകളായിട്ടാണ് പർവ്വതങ്ങളെ കാണുന്നത്. ഭൂധരം എന്ന് പറയും പർവ്വതങ്ങൾക്ക്. അപ്പൊ ആ ധരയുടെ പുത്രിയാണ്, അല്ലെങ്കിൽ ധരന്റെ പുത്രിയാണ്. ശരിക്കും ധരൻ ഹിമവാനാണ്, ഹിമവാന്റെ പുത്രിയാണ് ആര്? പാർവതി. അതുപോലെ ധര, ധർത്തിയുടെ തന്നെ, ഭൂമിയുടെ തന്നെ പുത്രിയാണ് സീത. സീതാരൂപത്തില് കുറെ അസുരന്മാരെ നിഗ്രഹിക്കാൻ സീത കാരണിയായിട്ടുണ്ട്. അതുകൊണ്ടും ധരസുത എന്ന് പറഞ്ഞാൽ സീതയും ധരസുതയാണ്. പർവ്വതപുത്രിയായിട്ടുള്ള ശൈലനന്ദിനിയായിട്ടുള്ള പാർവതി തന്നെയാണ് ഇവിടെ ധരസുത എന്ന് പറയുന്നത്. ഇനി ധന്യ. ധന്യ എന്ന് പറഞ്ഞാൽ കൃതാർത്ഥതയുള്ളവൾ, ധന്യതയുള്ളവൾ, എപ്പോഴും ധന്യയാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ദേവി തന്നെയാണ് ചെയ്യുന്നത് അല്ലെ? സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ചെയ്ത് അതൊക്കെ ആസ്വദിച്ച് ചെയ്യുകയാണ് ദേവി. എന്നിട്ട് പൂർണ്ണ തൃപ്തിയാണ് ദേവിക്ക്. അതുകൊണ്ട് ദേവിക്ക് തന്നിൽ തന്നെ കൃതാർത്ഥതയാണ്. എത്ര നന്നായിട്ടാണ് ഈ പഞ്ചകൃത്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എന്ന് ധന്യയായിരിക്കുന്നവളാണ്. ഇനി മറ്റൊരർത്ഥത്തില് ധാരാളം ധനമുള്ളത്. കുബേരൻ തന്നെ ദേവിയുടെ ആരാധകയാണ്. ദേവിയുടെ ഘടം, രക്ത രക്ത എന്താണ് ധ്യാന രക്തഘടസ്ഥ രക്തചരണം എന്നാണ് പറയുന്നത്. രത്നഘടസ്ഥ രക്തചരണം. രത്നഘടം തന്നെയാണ് ദേവിയുടെ, കുബേരന്റെ നിധി മുഴുവൻ ദേവിയുടെ കാൽക്കൽ തന്നെയാണ്. അപ്പൊ ധനമുള്ളവളാണ് ദേവി. അതുകൊണ്ടും ധന്യ എന്ന് പറയുന്നു. ആദ്യത്തേത് കൃതാർത്ഥതയുള്ളവൾ ധന്യ, ധന്യ ധനമുള്ളവൾ ധന്യ. അപ്പോ ഇനി ധന്യ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്, അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ നാമം നിർത്താം. മരണസമയത്ത് പലതരത്തിലുള്ള ചിന്തകളും വരുത്തരെ. അപ്പോ ആർത്ത എന്നുള്ള ചിന്ത വരുന്നത് എന്താണ്? ശരിക്കും ആർത്തനായിട്ട്, അയ്യോ ഞാൻ മരിക്കാൻ പോവാണല്ലോ, എന്റെ ദേഹം പോവാണല്ലോ, എന്നെ ആ ദേഹം വിട്ടു പോവല്ലോ എന്ന് പേടിച്ച് ആ ആർത്തതയോടുകൂടി മരിക്കുന്ന ആള് ഹീനയോനിയിൽ പോവും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് രൗദ്ര എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. രൗദ്ര എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം, പലർക്കുള്ള ചിന്തയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രാണൻ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നാലോ, എന്നെ ചിതയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പൊള്ളില്ലേ, എന്റെ കൈയും കാലും ഒക്കെ വെട്ടിമുറിക്കില്ലേ, ഇങ്ങനെയൊക്കെ പേടിച്ച് ഈ മരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഈ മരണത്തിന്റെ ഭയം ഒന്നുമില്ലാതെ എങ്ങനെ വേണമെങ്കിൽ മരിച്ചാലും വേണ്ടിയ ഞാൻ എന്ന് പിടിച്ച്, എനിക്ക് പിൽക്കാലത്തുള്ളതിനെ കുറിച്ച് ഒരു പേടിയില്ല എന്നുള്ള ആ നിശ്ചയ ദാർഢ്യത്തോട് കൂടിയിട്ട് ശരീരം ഉപേക്ഷിക്കുന്നവരെ രൗദ്രന്മാരെന്ന് പറയുന്നു, രൗദ്ര ചിന്താഗതിക്കാരെന്ന് പറയുന്നു. അപ്പോ എന്ത് സംഭവിക്കും ശരീരത്തിന് മരിച്ചു കഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നമേ അവർക്കില്ല. അപ്പൊ അവരെന്താണ്, നല്ല ജന്മം കിട്ടും അവർക്ക് എന്നാണ് പറയുന്നത്. ഇത് അത് കഴിഞ്ഞാൽ ധന്യ എന്നുള്ളത്, നമ്മളിവിടെ ധന്യ എന്നുള്ള നാമം പറയുന്നത്. ധന്യ എന്നുള്ള അവസ്ഥ നല്ല ചിത്തത്തോടെ മരിക്കുന്നവരാണ്. അവര് നല്ല ശാന്തമായ ചിത്തത്തോടുകൂടി, നല്ല ശുഭചിന്തയോടുകൂടി മരിക്കുന്നവരാണ്. അവര് ദേവയോനിയിലാണ് ജനിക്കുക എന്നാണ് പറയുന്നത്. ഇനി ശുക്ല എന്നുള്ളതാണ് നാലാമത്തെ അവസ്ഥ. ശുക്ല എന്ന് പറഞ്ഞാൽ തത്വചിന്തയാണ് അവരുടെ മനസ്സിൽ വരിക. ഈ ഞാൻ തന്നെയാണ് ബ്രഹ്മം, എനിക്ക് മരണമില്ല, എന്റെ ആത്മാവ് എന്നും നിത്യമാണ്, അനിത്യമാണ്, ഞാൻ നിത്യമാണ് എന്റെ ആത്മാവ് എന്നുള്ള ആത്മചിന്ത, തത്വചിന്ത, ബ്രഹ്മജ്ഞാനം ഇതുള്ളവർക്ക് പുനർജന്മമേ ഉണ്ടാവില്ല. ആർക്കേ ഉണ്ടാവുള്ളൂ ഈ ചിന്ത? ബ്രഹ്മജ്ഞാനം കിട്ടിയവർക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല. അവർ സദാ ബ്രഹ്മത്തില് ലയിക്കും. അങ്ങനെ അർത്ഥ, രൗദ്ര, ധന്യ, ശുക്ല നാലവസ്ഥകളാണ്. അതിൽ മൂന്നാമത്തെ അവസ്ഥ ധന്യ എന്നുള്ള അവസ്ഥയിലേ ഇരിക്കുന്നതും ആ നല്ല ചിത്തത്തോടു കൂടി മരിക്കാൻ സഹായിക്കുന്ന അവസ്ഥയും ദേവി തന്നെയാണ്. പക്ഷെ ധന്യ എന്ന് പറഞ്ഞാൽ കൃതാർത്ഥതയുള്ളവൾ എന്ന് കേട്ടാൽ മതി. ഇതൊരു കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അത് ഇവിടെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.